ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഓണം പരീക്ഷയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 1 നിന്നും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, രാഷ്ട്ര നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാം? 3 വെല്ലുവിളികൾ പരീക്ഷയ്ക്ക് ചോദിക്കും. 3 ചാലഞ്ചസ്. ഒന്നാമത്തത് ഏകീകൃത രാഷ്ട്രത്തിന് രൂപം നൽകുക എന്നതാണ്. സെക്കൻഡ് വൺ, ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കൽ, സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. ഈ 3 വെല്ലുവിളികളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത്, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നത് ആരുടെ പ്രസംഗമാണ്? അറിയാലോ, ആരുടെ? ജവഹർലാൽ നെഹ്റു. ദെൻ സെക്കൻഡ് വൺ, മൗണ്ട് ബാറ്റൺ പ്ലാൻ അനുസരിച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പ്ലാൻ അനുസരിച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്? മൗണ്ട് ബാറ്റൺ പ്ലാൻ. മൗണ്ട് ബാറ്റൺ പ്ലാൻ. ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഓക്കെ. ദെൻ അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ്, സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ദെൻ ആന്ധ്രാപ്രദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമലു. ആരാണ്? പോറ്റി ശ്രീരാമലു. ദെൻ സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം ഇന്ത്യയെ എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് വേർതിരിച്ചത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. നെക്സ്റ്റ് വൺ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം. സാർവത്രിക പ്രായപൂർത്തി, അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. മണിപ്പൂരിലാണ്. എവിടെയാണ്? മണിപ്പൂർ. ദ നെക്സ്റ്റ് വൺ, ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. പാർട്ടിയാണ് ചോദിച്ചത്. പാർട്ടി മുസ്ലിം ലീഗാണ്. ആരാണ് വ്യക്തി? മുഹമ്മദ് അലി ജിന്ന എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു. ഓക്കെ, ക്ലിയർ. മറ്റൊരു പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പോയിന്റ്സ് മാത്രം നമുക്ക് പറയാം. ദുരന്തപൂർണമായ ജനതാ കൈമാറ്റമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം തന്നെ നടന്നു ഇതിന്റെ ഫലമായിട്ട്. ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത എന്നിവ കമ്മ്യൂണൽ സോണുകളായിട്ട് മാറി വിഭജനത്തിന്റെ ഫലമായിട്ട്. അഭയാർത്ഥികൾ അക്രമത്തിന് ഇരയായി. മറ്റൊരു കോൺസിക്വൻസ് ആണ്. ദെൻ ഏകദേശം 80 ലക്ഷം പേർ ഇരു രാജ്യങ്ങളിലേക്കുമായിട്ട് കുടിയേറേണ്ട അവസ്ഥയും വന്നു. ഇതാണ് പ്രധാനപ്പെട്ട വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ. അതുപോലെ 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതും എന്താണ്? വിഭജനത്തിന്റെ പ്രത്യാഘാതമാണ്. ദെൻ നെക്സ്റ്റ് വൺ, വിഭജനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായിട്ട് തന്നെ ബാധിച്ചു. അതുപോലെ സിഖ് രാഷ്ട്രം എന്ന വാദത്തിന് അടിത്തറ പാകുകയും ചെയ്തു. അവസാനം മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയും ചെയ്തു. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പ്രത്യാഘാതങ്ങൾ ചോദിച്ചാൽ എഴുതണം. മറ്റൊരു ചോദ്യം വരാൻ സാധ്യത മാച്ച് ദ ഫോളോയിങ്ങിലോ വൺ വേർഡ് ആയിട്ടോ ഒക്കെ എങ്ങനെയും വരാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയുമായിട്ട് ലയനത്തിന് തയ്യാറാവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഒന്ന് ഹൈദരാബാദ് ആണ്. ദെൻ തിരുവിതാംകൂർ, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ. അതുപോലെ ഹൈദരാബാദിന്റെ ലയനം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ദെൻ മറ്റൊരു ചോദ്യമാണ് വൺ വേർഡ് ആയിട്ട് നൈസാമിന്റെ സൈന്യത്തിന്റെ പേര് ചോദിക്കാം. നൈസാമിന്റെ സൈന്യത്തിന്റെ പേരാണ് റസാക്കർമാർ, റസാക്കേഴ്സ് അല്ലെങ്കിൽ റസാക്കർമാർ എന്നാണ് അദ്ദേഹത്തിന്റെ സൈന്യത്തെ വിളിച്ചിരുന്ന പേര്.
ദെൻ വിശാല ആന്ധ്ര പ്രസ്ഥാനം എന്താണ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ്? മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷാ പ്രദേശങ്ങൾ ചേർത്ത് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആ ഒരു ആവശ്യം ഉയർന്നു. ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് വിശാലാന്ധ്ര പ്രസ്ഥാനം തെലുങ്ക് മേഖലയിലാണ് ആരംഭിച്ചത്. ഈ ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു, അണ്ടർലൈൻ പോറ്റി ശ്രീരാമലു, നോട്ട് ദ പോയിന്റ്, 1952 അനിശ്ചിതകാല ഉപവാസം അദ്ദേഹം ആരംഭിച്ചു. ആരാണ്? ശ്രീരാമലു ആണ്. 952. ഓക്കെ. ഉപവാസാനന്തരം അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഉപവാസത്തിന്റെ അവസാനത്തിൽ. ദെൻ 952 പുതിയ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ഓക്കെ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 2 നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നോക്കാം. രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടമാണ്. ഇതിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്ന് പഠിക്കുക. സുകുമാർ സെൻ ആണ്. ദെൻ ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതകൾ ചോദിക്കും. നിങ്ങൾക്ക് അറിയാലോ, പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1-2 ഞാനിവിടെ പറയാം. എല്ലാം കൂടെ പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. ബാക്കി നിങ്ങൾ നോക്കുക കേട്ടോ. 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പൊ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ കാലഘട്ടത്തിലാണ്. ആദ്യമായിട്ട് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം വേണ്ടി വന്നു. ഇത് എന്താണ്? ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ്. ആദ്യമായിട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കിയതും ഈ തെരഞ്ഞെടുപ്പിലാണ്. ദെൻ ആകെ 17 കോടി വോട്ടർമാർ സാർവത്രിക പ്രായപൂർത്തി അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്തി. ആ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വോട്ടെടുപ്പ്. അതായത് എന്താണ് സാർവത്രിക വോട്ടവകാശം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഓക്കെ. അപ്പം ബാക്കി പോയിന്റ് നിങ്ങൾ പഠിക്കുക. ദെൻ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേര് എല്ലാവർക്കും അറിയാം, EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ. ദെൻ ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ മേധാവിത്വത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക. ദെൻ കോൺഗ്രസിന്റെ മേധാവിത്വത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. 3 തെരഞ്ഞെടുപ്പുകളിലും. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്ക്. നെഹ്റുവിന്റെ നേതൃത്വം നല്ല നേതൃത്വമായിരുന്നു. അതുകൊണ്ട് 3 തെരഞ്ഞെടുപ്പുകളിലും മേധാവിത്വം ഉണ്ടായി. രാജ്യത്താകെ വേരുകളുള്ള അല്ലെങ്കിൽ നല്ല ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു പാർട്ടി തന്നെയായിരുന്നു കോൺഗ്രസ്. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കെട്ടുറപ്പ് മറ്റൊരു സവിശേഷതയായിരുന്നു, മറ്റൊരു കാരണമായിരുന്നു. കെട്ടുറപ്പുള്ള മറ്റ് പാർട്ടികളുടെ അഭാവം, അത്ര തന്നെ കെട്ടുറപ്പുള്ള മറ്റ് പാർട്ടികളൊന്നും ഇല്ലാത്തതും കാരണമായി. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ദ നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ, കേവല ഭൂരിപക്ഷം സമ്പ്രദായത്തിന്റെ ആനുകൂല്യം. ഇതും കോൺഗ്രസിന്റെ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് മേധാവിത്വം ലഭിക്കാനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പിന്നീട് ഒരുപാട് പ്രതിപക്ഷ പാർട്ടികൾ ഉത്ഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആ പാർട്ടികളെ കുറിച്ച് ആശയം എന്തായിരുന്നു, നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിലോ 1 വേർഡിലോ ഒക്കെ വരാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ചേർത്തുകൊണ്ട് ഇത്രയുമാണ് 1-2 ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആശയം ജനാധിപത്യ സോഷ്യലിസം. ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹം മുതലാളിത്തത്തെ എതിർക്കുന്നു. ഓക്കെ. ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹം എന്തിനെ എതിർക്കുന്നു? ക്യാപിറ്റാലിസത്തെ എതിർക്കുന്നു. ദെൻ ഇതിന്റെ നേതാക്കന്മാർ, ഒന്ന് ജയപ്രകാശ് നാരായണൻ, അതുപോലെ അച്യുത് പട്വർദ്ധനൻ, അശോക് മേത്ത, നരേന്ദ്ര ദേവ്, ജവഹർ ലോഹ്യ, ഇവരായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ദെൻ സെക്കൻഡ് വൺ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ശാസ്ത്രീയ സോഷ്യലിസം അഥവാ കമ്മ്യൂണിസം ആണ് ഇതിന്റെ ആശയം. ഇതിലെ നേതാക്കന്മാർ AK ഗോപാലൻ, SA ഡാംഗെ, EMS, PC ജോഷി, സുന്ദരയ്യ, അജയ് ഘോഷ് എക്സെട്ര. ദെൻ തേർഡ് പാർട്ടി ഭാരതീയ ജനസംഘം. ഭാരതീയ ജനസംഘത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം.
ഇത് ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഭാരതീയ ജനസംഘം. അഖണ്ഡ ഭാരത വിഭജനത്തെ എതിർക്കുന്നു. ആര്? ഈ പാർട്ടി. അതുപോലെ ആണവായുധം വികസിപ്പിക്കണമെന്ന് താല്പര്യപ്പെട്ടിരുന്ന പാർട്ടിയായിരുന്നു ഇത്. ഇതിലെ നേതാക്കന്മാർ ശ്യാമപ്രസാദ് മുഖർജിയും ദീൻ ദയാൽ ഉപാധ്യായയും ബൽരാജ് മധോക്കും ആയിരുന്നു. ലാസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടിയാണ്. വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ പാർട്ടിയാണിത്. ലൈസസ് ഫയർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്ര നിയന്ത്രണങ്ങളെ എതിർക്കുക എന്നതാണ് ലൈസസ് ഫയർ. ഗവൺമെന്റ് കൂടുതൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. സ്വകാര്യ സ്വത്താവകാശത്തെയാണ് സ്വതന്ത്ര പാർട്ടി അനുകൂലിക്കുന്നത്. അതുപോലെ വികേന്ദ്രീകരണ ആസൂത്രണത്തെ പിന്തുണക്കുന്നു. നേതാക്കന്മാർ രാജഗോപാലാചാരിയും KM മുൻഷിയും അതുപോലെ മിനു മസാനിയും NG രംഗയുമാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 1-2 ചാപ്റ്റേഴ്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.